കൊണ്ടുവരുമെന്നാണ് ഏതൊരു പ്രക്ഷോഭത്തിന്റെയും അടിസ്ഥാന ഘടകം. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ശമ്പള പരിഷ്കരണവും ഗവേഷണ പരിഷ്കരണവും ടിആർ കുടിശ്ശിക തന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തി നിങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി ഇത് തരുന്നവരെ ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരുമെന്നാണ് അതിന്റെ ഒരു നിർണായക ശക്തിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മളെ അവഗണിക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലായിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കാൻ മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രക്ഷോഭം നടത്തി ഇന്നിരിക്കുന്ന നിലപാടിനെതിരെ നമ്മൾ പ്രക്ഷോഭം നടത്തി ഈ ഗവൺമെന്റ് പുറത്താക്കി പുതിയൊരു ഗവൺമെന്റ് വന്നാൽ അത് കീഴ്വഴക്ക് അനുസരിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആനുകൂല്യം നിലക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? കാരണം നമ്മളെ ഇതിനെല്ലാം അപ്പൊ സ്വാഭാവിക പ്രതിപക്ഷത്തിരിക്കുന്നവരെ കൊണ്ടുവന്നാൽ ഇത് നേടാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമില്ല. എന്നാൽ ഇതുവരെ ഭരിക്കാത്ത മൂന്നാമതൊരു കൂട്ടനുണ്ട്. അവരാണ് കേന്ദ്രം ഭരിക്കുന്ന കൂട്ടൻ. അവരെ കൊണ്ടുവന്നാലോ? അവരുടെ നിലപാടെന്താണ്? അവരെ സംബന്ധിച്ച് ഈ പെൻഷനെ അനാവശ്യമായ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എല്ലാം കരാറടിസ്ഥാനത്തിൽ നിയമനം മാറ്റുന്നു. പട്ടാളത്തിൽ വരെ 4 വർഷത്തേക്ക് ആളുകളെ പോയി നിയമിക്കുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് തുടർന്ന് പെൻഷനും കിട്ടുമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ചാണ് ജീവനക്കാരുടെ ഇടയിലും പെൻഷൻകാരുടെ ഇടയിലും ഭിന്നിപ്പുണ്ടാക്കി ഒരു സുപ്രീം കോടതി വിധി വന്ന് ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനം ഇത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആരുടെയും ഔദാര്യമല്ല, ഇത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ്. പെൻഷൻ കോടതി പരമോന്നത കോടതി വിധിച്ചതാണ്. അതിനെ ഇനി ആർക്കും മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അഹംഭാവം നമുക്കുണ്ടായിരുന്നു. അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ ഫൈനാൻസ് ബില്ലിന്റെ ഭേദഗതി വന്നിരിക്കുന്നത്. അതനുസരിച്ച് എന്നാണോ അവർ ഒരു ശമ്പളം പരിഷ്കരിക്കുന്നത് ആ പരിഷ്കരിക്കുന്ന രീതിയിൽ അന്ന് സർവീസിലുള്ളവർക്ക് മാത്രമേ അതിന്റെ ആനുകൂല്യമുള്ളൂ. അതിന് മുമ്പുള്ളവർക്ക് യാതൊരു വിധമായ ആനുകൂല്യമില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അത് പങ്കാളിത്ത പെൻഷനുമില്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുമില്ല, ഓരോ രീതിയിലേക്ക് പുതിയ ഫിനാൻസ് ഭേദഗതി വലിയ ഭേദഗതി ചെയ്തുകൊണ്ട് ഇതൊന്നും കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു വരികയാണ്. അപ്പൊ നമ്മൾ അതിന് രാജ്യത്തുടനീളമുള്ള മറ്റ് വികസനങ്ങളുമായി സർവീസ് സംഘടനകളുമായി യോജിച്ച് വലിയ പ്രക്ഷോഭത്തിലേക്ക് ആക്കം കൂട്ടുമ്പോഴാണ് ഇതിനെതിരെ രാജ്യവ്യാപകമായി വളരെ നേരത്തെ തന്നെ ഇതൊക്കെ മുൻകൂട്ടി നമ്മളെക്കാൾ മുൻകൂട്ടി കണ്ടുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്കാണ് നമുക്ക് പോകാൻ കഴിയേണ്ടത്. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ആനുകൂല്യങ്ങൾ നിലനിൽക്കൂ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ ഇനി അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ രാജു സാറ് പറയും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരട്ടി സമയം ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താൽ അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ ശ്രീ കെ രാജേഷ് സാർ നമ്മുടെ KSSP ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷ ഗീതാകുമാരി ടീച്ചർ, സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സദാനന്ദൻ സാറ്, ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുരളീധരക്കുറുപ്പ് സാറ്, സെക്രട്ടറി സുധീന്ദ്രൻപിള്ള സാറ്, നമ്മുടെ ലഹരിമോചന ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഹരീഷ് സാറ്, പ്രിയപ്പെട്ട പെൻഷൻ സുഹൃത്തുക്കളെ, ഇന്നത്തെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മളോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, പുതുതായി സർവീസിൽ നിന്ന് വിരമിച്ച് പെൻഷൻകാരോടൊപ്പം ചേരാൻ വന്നിരിക്കുന്ന നവാഗതരായ പെൻഷൻ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. സാധാരണഗതിയിൽ യൂണിറ്റ് സമ്മേളനത്തിൽ തുടങ്ങി സംസ്ഥാന സമ്മേളനത്തിൽ ചെന്ന് അവസാനിക്കുന്ന വാർഷിക പ്രവർത്തനങ്ങൾ സംസ്ഥാന സമ്മേളനമാകെ വിലയിരുത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു വർഷം നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രശ്നങ്ങളും പ്രക്ഷോഭ പരിപാടികളും
തിരികെ നമ്മുടെ യൂണിറ്റ് തലങ്ങളിൽ വന്ന് വിശദീകരിച്ച് മുഴുവൻ പെൻഷൻകാരെയും നമ്മുടെ വരുന്ന ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ കൺവെൻഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം ഏതാണ്ട് 10-12,000 ജീവനക്കാർ പെൻഷൻ പറ്റി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരിൽ നമ്മുടെ മേഖലയിൽ പുതുതായി പെൻഷൻകാരായി വന്ന ആളുകളെയെല്ലാം നമ്മുടെ സംഘടനയിലേക്ക് ആനയിക്കുക എന്നതാണ്. ഈ 2 ലക്ഷ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം അതാത് യൂണിറ്റുകളുടെ സ്വതന്ത്ര പ്രവർത്തനങ്ങളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പരസ്പര സഹായ നിധിയായാലും, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നടത്തുന്ന നമ്മുടെ വിനോദയാത്രാ പരിപാടികളായാലും, നമ്മുടെ കുട്ടികളെ അനുമോദിക്കലായാലും, മുതിർന്ന പെൻഷൻകാരെ ആദരിക്കലായാലും, ഇതെല്ലാം നമ്മുടെ യൂണിറ്റുകൾ സ്വതന്ത്രമായി ചെയ്തു വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കായി ഇവിടെ ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൽ അധികം സമയമെടുത്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നുമില്ല. സംസാരിക്കാനാണെങ്കിൽ 2-3 മണിക്കൂർ സംസാരിക്കാനുള്ള വിഷയം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതിലേക്ക് എങ്ങും പോകേണ്ടതില്ല. ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പെൻഷൻകാരുടേതാണ് ഈ യോഗം, കൺവെൻഷൻ. പെൻഷൻകാരുടേതെന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രശ്നം നിലവിലുണ്ട്. ഏത് പെൻഷൻകാരുടെ? തൽക്കാലം നമ്മളെല്ലാം പഴയ പെൻഷൻകാരാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓൾഡ് പെൻഷൻ സ്കീമിൽ ട്രഷറിയിൽ ചെന്ന് കൃത്യമായി പെൻഷൻ മേടിക്കുകയും 5 ആണ്ട് കൂടുമ്പോൾ അതൊന്ന് പരിഷ്കരിച്ച് കിട്ടുകയും ഇടക്കാലത്ത് പ്രഖ്യാപിക്കുന്ന DR ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂട്ടി മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാമാന്യം സംതൃപ്തരായി മുന്നോട്ട് പോകുന്ന പെൻഷൻകാരാണ് നമ്മളെന്ന് ചുരുക്കി പറയാം. അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ പെൻഷൻ പറ്റി, അല്ലെങ്കിൽ പെൻഷൻ പറ്റിയെങ്കിലും പെൻഷൻ പറ്റാൻ കാശ് കിട്ടുന്നില്ല എന്ന തരത്തിൽ വന്നിട്ടുള്ള പങ്കാളിത്ത പെൻഷനിലൂടെ വന്ന കുറച്ചാളുകൾ. സർവീസ് കുറവായതുകൊണ്ട് അവരുടെ പെൻഷൻ തന്നെ ഒരു സം എമൗണ്ട് എന്ന നിലയിൽ ഏതാണ്ട് ആണ്ടിലൊരു 3000-3200 രൂപ കിട്ടുന്ന ആളുകൾ. അത്തരം പെൻഷൻകാരുടെ അസംതൃപ്തി മൂലം അവരെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഇപ്പൊ പുതിയ ഒരു സ്കീമായ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, UPS. അപ്പൊ ഓൾഡ് പെൻഷൻ സ്കീമായി പങ്കാളിത്ത പെൻഷൻ നമ്മൾ ആദ്യം വിശേഷിപ്പിച്ച ന്യൂ പെൻഷനായി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഐക്യ പെൻഷൻ, യൂണിഫൈഡ് പെൻഷൻ, UPS, ഇങ്ങനെ 3 പെൻഷനായി. ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഒരു 4ാമത്തെ പെൻഷൻ എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നമ്മുടെ പെൻഷൻ എങ്ങനെ പരിഷ്കരിക്കണം, അത് പങ്കാളിത്ത പെൻഷനിലോട്ട് പോയാൽ മതിയോ, പുതുതായി പ്രഖ്യാപിച്ച UPS ആണോ, അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മുടെ പെൻഷൻ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ പരിഷ്കരിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി പത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പെൻഷൻകാരാകെ കൺഫ്യൂഷനാണ്, അഥവാ പെൻഷൻ ഇന്ന് സമൂഹത്തിൽ ബോധപൂർവം ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടിരിക്കുകയാണ്. അഥവാ പെൻഷൻ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീമിലാണെങ്കിൽ ആർക്കൊക്കെ എത്രയൊക്കെ പെൻഷൻ കിട്ടുമെന്നൊരു വ്യക്തതയോടെ വന്നിട്ടില്ല. 10 വർഷമൊക്കെ സർവീസ് ഉള്ള ആൾക്ക് 10,000 രൂപ പെൻഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 വർഷം സർവീസ് ഉള്ള ആളുകൾക്ക് അവസാനം മേടിച്ച ശമ്പളത്തിന്റെ 50% കിട്ടുന്ന ഒരു കണക്കുകൂട്ടലാണ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25 മേലെ വർഷം സർവീസ് ഉള്ള ആളുകൾക്ക് അത്തരത്തിലൊരു ആനുകൂല്യം സർവീസിന് അനുസരണമായി കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 10 വർഷത്തിൽ താഴെ സർവീസ് ഉള്ള ആളുകളെ എന്ത് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ UPS കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം. 1982 നഗാര കേസിന്റെ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഏവരുടെയും ഏറ്റവും ഉയർന്ന പ്രതീക്ഷയായ സുപ്രീം കോടതി അന്ന് അനുവദിച്ചു തന്ന ഒരു വാഗ്ദാനമുണ്ട്, അഥവാ നടപ്പാക്കണമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരു വിധിയുണ്ട്. നമ്മളൊക്കെ ഡിസംബർ 17 പെൻഷൻ ദിനം ആചരിക്കുന്നതൊക്കെ ആ വിധി വന്ന ദിവസത്തെ കണക്കാക്കിയിട്ടാണ്. അതാണ് പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവരവരുടെ തോന്നിയതുപോലെ കൊടുക്കാനുള്ളതല്ല, വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊടുക്കേണ്ടതാണെന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇതാരും ചോദ്യം ചെയ്യില്ല എന്നാണ് നമ്മൾ
വിചാരിച്ചതെങ്കിൽ തെറ്റി. പുതിയ നിയമനിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ വിധിയെ പോലും മറികടന്നുകൊണ്ട് നിയമനിർമ്മാണത്തിന് സൗകര്യമുള്ള ആളുകളാണ് നമ്മുടെ പാർലമെന്റ്. അപ്പൊ പാർലമെന്റിന്റെ നിയമവിധിക്ക് അനുസരണമായിട്ടാണ് PFRDA ബില്ലൊക്കെ രൂപീകരിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. ആ പങ്കാളിത്ത പെൻഷൻ തങ്ങൾക്ക് ഗുണകരമല്ലെന്ന് പെൻഷൻകാർക്കൊക്കെ തോന്നി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് കൊണ്ടാണ് അതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ച് UPS എന്ന് പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം അവതരിപ്പിച്ചത്. അതിന്റെ സ്ഥിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 10 കൊല്ലത്തെ സർവീസുകാരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല, 25-ന് മേലെ സർവീസ് ഉള്ളവർക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞില്ല. പെൻഷൻ എന്ന് പറയുന്ന 10,000 രൂപ ഒരു സം എമൗണ്ട് മാത്രമാണ്. അതിന് നമ്മൾ ഈ പറയുന്ന DRO മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല എന്ന വസ്തുത നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയാണ്. പെൻഷനെ പറ്റി നമുക്കൊരു ബോധ്യം വേണം. നമ്മൾ ഈ സർവീസ് ജീവനക്കാർക്ക് പിന്നെ റണ്ണിങ് മാസ്റ്റർ സ്കെയിലൊക്കെ അവതരിപ്പിച്ചതുപോലെ ജീവനക്കാർക്ക് അനുവദിച്ചു കൊടുത്ത, പെൻഷൻകാർക്ക് അനുവദിച്ചു കൊടുത്ത ഒന്നായിരുന്നു എന്താണ് 1 റാങ്ക് 1 പെൻഷനൊക്കെ. ഇപ്പൊ റാങ്കും ഇല്ല പെൻഷനും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് വന്നു നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുതുതായി ആവിഷ്കരിച്ച ചില നടപടികളുടെ ഭാഗമായിട്ടാണ്. നേരത്തെ സദാനന്ദൻ സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അടുത്ത ജനുവരി മാസത്തിൽ പുതിയ ശമ്പള പരിഷ്കരണം അവർക്ക് അർഹതയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. തൊഴിലുമായി പെൻഷനുമായൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ ഭരണാധികാരികൾ ചോദ്യം ചെയ്തു വരുന്ന ഘട്ടങ്ങളിൽ അവിടെയൊക്കെ മുന്നോട്ട് പോകാം. ഈ പെൻഷൻകാരെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ജൂലൈ മാസം 8-ാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻകാര് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മുന്നിൽ, തിരുവനന്തപുരം ജില്ലക്കാരുടെ രാജ്ഭവന് മുന്നിൽ ഒരു പ്രക്ഷോഭ പരിപാടി ഉയർത്തിയിരുന്നു. ജില്ലാ തലത്തിൽ കൊല്ലത്ത് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ, ചിന്നക്കടയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് ജൂലൈ മാസം 8-ാം തീയതി കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ അതിബൃഹത്തായ പ്രക്ഷോഭ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രകടനവും ഒരു ധർണയും. അതില് വളരെ സജീവമായി പങ്കെടുക്കണം. സർക്കാർ കൊടുക്കും, ജീവനക്കാരിൽ നിന്ന് ശമ്പളത്തിന്റെ 10% എടുത്ത് അങ്ങോട്ട് കൊടുക്കും, സർക്കാരിന്റെ വിഹിതം കൊടുക്കും, കാശ് അവർക്ക് കിട്ടും. ഇതുപോലെ തിരിച്ചു തരുന്നത് ആര്? തിരിച്ചു തരാനുള്ള ബാധ്യത എന്ത്? ഒരു ബാധ്യതയില്ല. തിരിച്ചു തരണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നടക്കുന്നിടത്തോളം കാലം കിട്ടുന്നിടത്തോളം കാശ് തരും എന്നതാണ് അതിനകത്തൊരു ദുരവസ്ഥ. ഇതാണ് തൊഴിലാളികളെ ആകെ പ്രകോപിപ്പിക്കുന്നത്. ഈ പെൻഷൻ സ്കീമിനെയാണ് ചോദ്യം ചെയ്യുന്നത്. പറഞ്ഞതുപോലും തരാൻ ബാധ്യതപ്പെട്ടവരാരുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പെൻഷൻകാരുടെ സ്ഥിതിവിശേഷം പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോട്ടയൊന്നും കണ്ടെത്താണ് നിൽക്കേണ്ട, മുഴുവൻ ആളുകളും ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകണം എന്നത്. ഞാൻ ചുരുക്കി അങ്ങ് തീർക്കാം. 2, ഓഗസ്റ്റ് മാസത്തിൽ നമ്മളൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നമ്മുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഒരു ധർണയും പ്രകടനവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 അല്ല 16. അത് നമ്മുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ്. എന്താണ്? നമ്മുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ എന്താ, 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടക്കുമായിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് കോവിഡും വെള്ളപ്പൊക്കവും അടക്കമുള്ള ദുരന്തങ്ങൾ വന്നു. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചു. നല്ലൊരു പ്രഭാഷണം കഴിഞ്ഞു. നമുക്കൊരല്പം ടീ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ ആദരണീയ സാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലഹരി മോചന ക്ലാസ് അപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും. 10 മിനിറ്റ് ടീ ബ്രേക്ക്. നമ്മളുടെ പരിപാടി തുടരേണ്ടതുണ്ട്. സമയം നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും
ക്ലാസ്സാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ലഹരി മോചന ക്ലാസ്. ശരിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ഗീതാ ഗോപാൽ, പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സദാനന്ദൻ സാർ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ജൂലൈ 8 ജില്ലാതലത്തിലുള്ള മാർച്ചും ധർണയുമാണ്. അത് നമ്മളുടെ ശക്തി നമ്മൾ അവിടെ പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ സർക്കാരും ഈ മറ്റ് അതോറിറ്റികളും ഇവർക്കിത് ആവശ്യമാണെന്നുള്ള ബോധ്യം. അല്ലാതെ ശാരീരികമായി ഇതിന് കഴിയുന്ന എല്ലാവരും ഈ മാർച്ചിലും ധർണയിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള നമ്മൾ എത്ര പേര് വരുന്നോ അതിനനുസരിച്ചുള്ള വാഹന സൗകര്യം നമ്മൾ യൂണിറ്റ് തലത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞു, നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു പണിമുടക്കിനോടനുബന്ധിച്ച് അവർക്ക് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടും നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നടക്കുന്ന ഒരു മാർച്ചും ധർണയുമാണ്. അതുകൂടാതെ നമ്മളുടെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആഗസ്റ്റ് 12 സമരം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആഗസ്റ്റ് 12 വരെ നമ്മൾ ഈ സമരം നീട്ടിവെച്ചത് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി 15 പേരെ വരെ നമ്മൾ അവരെ കാണാൻ പോയി അവരെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് നമ്മളെ സംഘടനയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. അതുപോലെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഒരു ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന KSSB-യുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ഗീതാകുമാരി ടീച്ചർ, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം KSSB-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സദാനന്ദൻ സാറ്, നമ്മളിവിടെ ഇന്നത്തെ നല്ലൊരു ക്ലാസ് ലഹരിയെക്കുറിച്ചെടുത്ത എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഹരീഷ്, അതുപോലെ നമ്മുടെ KSSB-യുടെ കൊല്ലം ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ പരൂർക്കാരൻ കൂടിയായ രാജ് സാർ, അതുപോലെ തന്നെ കല്ലുവാതുക്കൽ യൂണിറ്റിൻ്റെ ഇത്തിക്കര ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് മുരളീധരക്കുറുപ്പ് സാറ്, നമ്മുടെ ഇത്തിക്കര ബ്ലോക്കിൻ്റെ സെക്രട്ടറി സുധീന്ദ്രൻ, അതുപോലെ നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ഷാജി പീരപ്പറമ്പിൽ, ജോയിൻറ്റ് സെക്രട്ടറിമാരായ മോഹനൻ പിള്ള, അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റുമാരായ ജയപ്രകാശ് തുടങ്ങി നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അതുപോലെ സാംസ്കാരിക വേദിയുടെ കൺവീനർ ജയഗോപാൽ സാറ്, വനിതാവേദി SS സുനിത തുടങ്ങിയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, നമ്മുടെ പെൻഷൻ കുടുംബാംഗങ്ങളെ, ഇവിടെ ഇന്ന് പുതുതായി എത്തിയിട്ടുള്ള നവാഗതരെ, അവാർഡിന് അർഹരായി ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ക്ലാസ് എന്തുകൊണ്ടും വളരെ സന്തോഷപ്രദമായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ എത്താത്ത തന്നെ ഒരുപാട് അംഗങ്ങൾ ഇവിടെ എത്തി. അതനുസരിച്ച് കുറച്ച് പേര് വന്നതുമില്ല. അത് വളരെ സന്തോഷമുള്ള കാര്യം. 2, കഴിഞ്ഞ ആ ഒരു സമ്മേളനത്തിലൊക്കെ 1-2 പേര് അഭിപ്രായം പറഞ്ഞു. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ്, നമ്മുടെ അവകാശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കി നമുക്ക് മറ്റെന്തെങ്കിലും കൂടെ ആയിക്കൂടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ എല്ലാവരെയും ബന്ധുവും പ്രിയപ്പെട്ടവരുമായ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്തത്. അതെല്ലാവരും ആസ്വദിച്ച് കാണാം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കാണാം, അതിനെക്കുറിച്ച് ബോധമുള്ളവരായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ സംഘടനയിലെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായിട്ട് സംസാരിച്ചു. രാജൻ സാർ അതിന് വളരെ മിടുക്കനാണ് അദ്ദേഹവും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നേരത്തെ നമ്മുടെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റുമായ സദാനന്ദ സാറെ വിശദീകരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമുക്ക് കിട്ടാനുള്ള കുടിശ്ശികയോടൊപ്പം അത് നമുക്ക് കിട്ടും എന്നുറപ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ശമ്പള കമ്മീഷൻ 2024 ജൂലൈ 1 മുതൽ അനുവദിച്ചു തരേണ്ട നമ്മുടെ പെൻഷൻ്റെ പരിഷ്കരണം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തിയേ പറ്റൂ. അതുകൊണ്ട് ഇനി ഏതൊരു ക്യാമ്പയിൻ വന്നാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി
അതിൽ പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ സംഘടനയെക്കുറിച്ച് പറഞ്ഞാലേ, നമ്മുടെ പൂതക്കള യൂണിറ്റിൻ്റെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാൻ കാര്യം, നമ്മൾ നവാഗതരായിട്ടുള്ള 15ഓളം പേര് ഇപ്രാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാരും മോശമല്ല. നമ്മൾ തന്നെ നമ്മളെ മക്കളെയൊക്കെ അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പുതിയ തലമുറ, അതായത് പുതിയ ജനറേഷൻ നമ്മുടെക്കാലം എപ്പോഴും ബുദ്ധിയുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ സംഘടന ചെയ്യുന്നുണ്ട്. ഇവരെക്കുറിച്ച് പറഞ്ഞാൽ, സാധാരണ സാർ അവിടുത്തെ ഒരു ഗണേശ് മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സജീവ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പാരിപ്പള്ളിയിലെ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ മുരളീധരക്കുറുപ്പ് സാർ, അദ്ദേഹം ഗ്രന്ഥശാലയുടെ, ഞാനിത് പറയാൻ കാര്യം എനിക്കിപ്പം കൂടുതൽ അവരെ അടുത്തറിയാൻ കാര്യം, നമ്മുടെ ഈ പൂതക്കുളം ഗ്രന്ഥശാലയുടെ ഒരു അടുത്ത കാലത്തായിട്ട് ഞാൻ അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അതിൻ്റെ ഏത് കാര്യവും ഇപ്പം ഞാൻ മുരളീധരക്കുറുപ്പ് സാറിനെ വിളിച്ചാൽ ചോദിക്കുന്ന സംശയങ്ങൾ, ഗ്രന്ഥശാലയുടെ എന്നും 100 പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. രാജൻ സാർ തന്നെ, ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഭാരവാഹിയാണ് ഞാനും സാറ്. അതിനെല്ലാ സമ്മേളനങ്ങളും ഞങ്ങൾ കാണാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം നമ്മൾ എല്ലാവരും ഈ പ്രത്യേകിച്ച് ഇപ്പം റിട്ടയർ ചെയ്തവരും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ, ഒരു സഹജീവി സ്നേഹം ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യത്തിലൂടെ നമ്മൾ മുൻപന്തി വരണം. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ മൊത്തത്തിൽ നമ്മൾ സ്വരൂപിക്കാതെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കണം. കാര്യം ഈ മക്കളെയൊക്കെ നോക്കുന്നതിൻ്റെ പരിധിയുണ്ട്. ഞാൻ അടുത്ത സമയത്ത് കേട്ട ഒരു കൊച്ചു കഥ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. കാര്യം ഒരു കോഴിയെ അടവച്ചൊരു കഥ ഇപ്പോൾ ഞാനൊന്ന് കേട്ടു. അതായത് ഈ കോഴിയെ അടവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആ അടവച്ച് അതിനെ ഇങ്ങനെ വിരിയിപ്പിച്ചിറങ്ങുന്നൊരു സംഭവം. അത് അടവയ്ക്കുമ്പോൾ തന്നെ കോഴി തന്നെയെ മുട്ടയിൽ കയറിയാൽ ഇരിക്കും നമ്മൾ വെച്ചാൽ. എങ്കിലും നമ്മൾ ആൾക്കാരത് കേൾക്കില്ല, ഒരു കുട്ട ഉണ്ടെന്ന് തന്നെ അത് കമത്തി കിടക്കും. കാര്യം അത്രയും ചൂട് കോഴിക്ക് അനുഭവിക്കണം. അതുമൊക്കെ അനുഭവിച്ച് എത്ര ദിവസം, കറക്റ്റായിട്ട് കയറി 20 ദിവസം തോന്നുന്നല്ലേ, 21 ദിവസം ആകുമ്പോഴത്തേക്ക് വിരിഞ്ഞിറങ്ങും. അപ്പോൾ ഈ കോഴി എന്തോ ചെയ്യുന്നത്, വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ പോകും. നമ്മൾ തീറ്റ കൊടുത്താലും കുഞ്ഞ് അതിന് ശരിയാവില്ല, കാര്യം ചെതഞ്ഞ് പഠിപ്പിക്കണ്ടേ. അപ്പോൾ ഇറങ്ങി പുറത്തിറങ്ങി ചെതയുമ്പോഴത്തേക്ക് സത്യത്തിൽ എന്തുമാത്രം എതിർപ്പ് അനുഭവപ്പെട്ടായിരിക്കും ഇതിനെ വളർത്തുന്നത്. പരുന്ത്, പട്ടി, പൂച്ച, ഇപ്പം പ്രത്യേകിച്ചും പട്ടിയുടെ ബഹളം. പക്ഷെ ഇതിനെയൊക്കെ ജീവൻ ബലി കളഞ്ഞുകൊണ്ട് എടുത്ത് ചാടി കൊത്തുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നുമില്ല, 130 രൂപ കിലോ, 150 രൂപ കിലോയ്ക്കുള്ളൊരു കോഴിയാണ്. നമുക്ക് നിസ്സാരം. പക്ഷെ അവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയ ശ്രീമതി ഗീതാകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സദാനന്ദ സാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജൻ സാർ, ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയുടെ വ്യക്തി. 12:40 ഇനി ഈ സമയത്ത് ഒരു നീണ്ട ആശംസാ പ്രസംഗത്തിനൊന്നും സാധ്യതയില്ല. ഇനി നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്. അനുമോദനവും പുതിയ ആൾക്കാർ സ്വീകരണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയം, അതുപോലെ വാങ്ങിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പുതിയതായിട്ടിരിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബത്തിലേക്ക് കേരളത്തിലേക്ക് പുതിയ എല്ലാ അംഗങ്ങളെയും ആത്മമായി സ്വാഗതം ചെയ്യുന്നു. അതിന് എല്ലാ ആശംസകളും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അവാർഡുകൾ വാങ്ങാൻ, അതായത് അനുമോദനം വാങ്ങാൻ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
ഈ അംഗത്വം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ഒപ്പം വളരെ സന്തോഷം സർവീസിൽ കയറുന്ന സമയത്ത് സർവീസ് സംഘടനാ രംഗത്ത് നേതൃത്വം വഹിച്ച സാധാരണ സാധനം പോലുള്ളവരൊക്കെ വീണ്ടും മറ്റൊരു തരത്തിൽ സംഘടനാ നേതൃത്വത്തിൽ നമ്മളെ നയിക്കാൻ വീണ്ടും കിട്ടുന്നു എന്നുള്ളത് പക്ഷേ മറ്റൊരു വലിയ സന്തോഷം. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറന്ന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ മേയ്ക്കാൻ വരുന്നത് സാറാണ്. വേദിയിലും സഹസ്രമുള്ള ബഹുമാനിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഇക്കഴിഞ്ഞ മെയ് 31 സർവീസിൽ നിന്നും പിരിഞ്ഞത്. എന്തായാലും സർവീസ് ജീവിതത്തിന് ശേഷം നമ്മുടെ ഈ പെൻഷൻ എന്ന് പറഞ്ഞ ഈ തണലിലേക്ക് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. പെൻഷൻ വലിയൊരു തണലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് എത്ര കാലം എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ള ആശങ്ക ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ നിലനിർത്താൻ ഈ പറഞ്ഞ സംഘടനാ നേതൃത്വം നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയൂ. തീർച്ചയായും എന്നെ പഠിപ്പിച്ച അധ്യാപകരൂടെ ഉണ്ട്. ഞങ്ങൾ പറയുമായിരുന്നു, എല്ലാ പുഴയും അവസാനം കടലിൽ വന്ന് ചേരുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ നിരവധി പേരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ഞങ്ങളിപ്പോൾ ഒരേ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ കീഴിലായി കഴിഞ്ഞു. നേരത്തെയൊക്കെ അവർ സർവീസിലുള്ളപ്പോൾ സംഘടനകളുണ്ടായിരുന്നു. ഞങ്ങളുമൊക്കെ പലതിൻ്റെയും എന്നെ ഈ കുടുംബത്തിലോട്ട് ചേർക്കാൻ വേണ്ടി 10ഓളം കുടുംബാംഗങ്ങളാണ് എൻ്റെ വീട്ടിൽ എത്തിയത്. അതിൽ വളരെ ഏറെ സന്തോഷം എനിക്ക് തോന്നി. പെൻഷനായതിൻ്റെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 10ഓളം കുടുംബാംഗങ്ങൾ വണ്ടി പിടിച്ചു എൻ്റെ വീട്ടിലെത്തി എന്നെ ഈ സംഘടനയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ 2009-10-2002 മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ തിരൂർ എന്ന സ്ഥലത്താണ് ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം വിവിധ ജില്ലകളിൽ ജോലി ചെയ്തു. അവസാനം ഇടുക്കി രാജാക്കാട് സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് ഹെഡ് സർവേയർ തസ്തികയിൽ സൂപ്രണ്ട് ഗ്രേഡ് കിട്ടി. പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഗുരുനാഥന്മാരെ, നമ്മളെല്ലാം ഈ വന്ന് സംസാരിച്ചു പോയവരെല്ലാം പൂതക്കുളത്ത് സ്കൂളിൽ 1900 സർക്കാർ സർവീസിൽ ഒരുപാട് പേര് അന്ന് കയറിയിരുന്നു. 2025 4-ാം മാസം ഞാൻ ഹരിപ്പാട് ഫയർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. പാമ്പുറം എന്ന അഡ്രസ്സ് വായിച്ചെങ്കിലും പൂതക്കുളത്തുകാരനാണ് ഞാൻ. പഠിച്ചതും വളർന്നതെല്ലാം പൂതക്കുളത്താണ്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ ഫാദർ പൂതക്കുളം യൂണിറ്റിലെ മെമ്പറായിരുന്നു, ഭാസ്കരൻ പിള്ള സാർ. എന്തായാലും ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം തന്നതിൽ ദിലീപ് പറഞ്ഞതുപോലെ ഏകദേശം 10ഓളം ആൾക്കാർ ഞാൻ താമസിക്കുന്ന പാമ്പറത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാനവിടെ ഇല്ലായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു, ഇടയാടിയിൽ. ഞാൻ അവിടെ ഇല്ലാഞ്ഞിട്ട് നേരെ ഇടയാടിയിൽ വന്നിട്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത്. വളരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എനിക്കിവിടെ തന്ന ഈ സ്വീകരണത്തിന്, സ്നേഹാദരവിന് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ പേര് ശ്രീജ. ഞാൻ കളക്കോട് ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഈ മെയ് 31 റിട്ടയർമെൻറ്റ്. ഞാൻ ആദ്യമായി ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. GHSS പൈവളി എന്ന് കയറുന്ന സ്കൂളിലാണ്. അത് 1992 നവംബർ 16 അവിടെ ഞാൻ 13 വർഷക്കാലം സർവീസിലിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫർ എടുത്ത് സ്വന്തം ജില്ലയിലേക്ക് എത്തി. അത് അഞ്ചൽ സബ് ജില്ലയിലുള്ള കോട്ടക്കൽ GLP സ്കൂളിലേക്കാണ് എത്തിയത്. അവിടെ ഞാൻ 1 വർഷക്കാലം വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഗവൺമെൻറ് UPS പരവലിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ എടുത്ത് അവിടെ ഞാൻ 5 വർഷക്കാലം സർവീസിലിരുന്നു. അവിടുന്ന് വീണ്ടും ഞാൻ പഠിച്ച സ്കൂളിൽ, എൻ്റെ നാട്ടിലെ സ്കൂളായ കളക്കോട് ഗവൺമെൻറ് UP സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നു. അവിടെ ഞാൻ ഒരു 13 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. അതിനിടയിൽ ഞാൻ നോർത്ത് LP സ്കൂളിൽ 1 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് 33 വർഷത്തെ സർവീസുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി കുറിച്ച് പറയുകയാണെങ്കിൽ
വീട്ടിലെ ഹസ്ബൻഡ്, അമ്മ, 2 മക്കള്, മോളെ വിവാഹം കഴിച്ചു, മോൻ MCOM പഠിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഒരു അംഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളോടൊപ്പം ഞാൻ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയകുമാർ തപസ്യ കലയ്ക്കോട്. ബഹുമാനപ്പെട്ട KSSBയുടെ ബഹുമാനിയായ എല്ലാ യൂണിറ്റ് നേതാക്കൾക്കും നമ്മളിവിടെ ഉദ്ഘാടനം, മുഖ്യപ്രഭാഷണം, ആശംസകൾ നടത്തിയ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും, ഞാൻ PWDയിൽ എൻ്റെ പേര് ആദ്യം പറയാം. എൻ്റെ പേര് ജയകുമാർ, സ്ഥലം കലക്കോടാണ്. കുടുംബത്തെ കൂടി പരിചയപ്പെടുത്താം. വൈഫ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്. ട്രിവാൻഡ്രത്താണ്, ലേബർ കമ്മീഷണറുടെ ഓഫീസിലാണ്. മകൻ ഡിഗ്രി കഴിഞ്ഞു, MCAക്ക് പോകുന്നു. മകൾ 10ാം ക്ലാസ്സായി. PWDയിൽ ഓവർസിയറായിട്ടാണ് സർവീസിൽ തുടക്കം. 2007 ഞങ്ങളെ LSTDയിലേക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് വിങ്ങിലേക്ക് ഞങ്ങളെ ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ വിവിധ ജില്ലകളിൽ, സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ ഓവർസിയറായിട്ട് ജോലി ചെയ്തു. സ്വന്തം പഞ്ചായത്ത് പൂതക്കളം പഞ്ചായത്തിലും 3.5 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 ഡോക്ടർ K. സന്തോഷ് കുമാർ, കൊച്ചുവീട്. സന്തോഷ് തന്നെ ക്ഷണിച്ചോളൂ. ഏതിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാനിച്ച്, എനിക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരോടും നമുക്ക് മുന്നേ പഠിച്ചവരോടും സഹപ്രവർത്തകരോടും നാട്ടുകാരോടും ഒക്കെ ഒരുമിച്ച് ചേരാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണുന്നു. ഞാൻ 2024 മെയ്യിൽ പെൻഷനായ ആളാണ്. ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ കൊല്ലം ഡയറ്റിലെ സീനിയർ ലെക്ചറായിട്ടാണ് വിരമിച്ചത്. ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ തുടരുന്നതുകൊണ്ട് പെൻഷനായ കാര്യം ഞാൻ അത്ര കണ്ടങ്ങ് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. ഞാൻ താമസിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു അവിടെ ചേരണമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൊല്ലത്ത് ചേർന്നെന്ന്. കൊല്ലത്തുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ചേർന്നെന്ന്. അങ്ങനെ 1 വർഷം ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ സുരേന്ദ്രനും മോഹനും നമ്മുടെ സാറൊക്കെ വിടാതെ പിടികൂടിയപ്പോൾ ഞാൻ ചേർന്നതാണ്. സന്തോഷം. കാരണം സൗഹൃദങ്ങളും കൂട്ടായ്മകളും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ ഇടപെടാനും പ്രവർത്തിക്കാനും കിട്ടുന്ന അവസരം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിലും സജീവമായി പങ്കെടുത്തോളാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സന്തോഷം. നന്ദി. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയുടെ, എൻ്റെ പേര് പാർവതി. ഞാൻ T. മധുസൂദനൻ്റെയും സുജാതയുടെയും മകളാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പരവൂര് കൃഷിഭവനിലെ കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ PhD എടുത്തിട്ടുള്ളത് അഗ്രികൾച്ചറിലെ പ്ലാന്റ് ബയോടെക്നോളജിയിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് KSSPUവിനോടും അതോടൊപ്പം തന്നെ ഇവിടെ ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു മൊമെന്റം ഏറ്റുവാങ്ങാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ പെൻഷനേഴ്സിൻ്റെ കൂടാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് താല്പര്യം ഉണ്ടായിരിക്കുന്നതെന്നർത്ഥം. പക്ഷെ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരു കാര്യം, ഇപ്പോഴും നമുക്ക് മുടക്കമില്ലാതെ ഒരുപാട് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കാനും കിട്ടാനും ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നു. എല്ലാ മാസവും 1-ാം തീയതി നമ്മുടെ പെൻഷൻ മുടങ്ങാതെ തരാനായിട്ട് ആർജവം കാണിക്കുന്ന സർക്കാരിനെ പുകഴ്ത്തുകയല്ല, സർക്കാർ ആർജവം കാണിച്ചിട്ടുണ്ട്, നമുക്കിതുവരെ മുടങ്ങിയിട്ടില്ല എന്നൊരു വസ്തുത വയ്ക്കുന്നു. പക്ഷേ ഈ കൂട്ടായ്മയിൽ ഇത്രയും ആൾക്കാരുടെ പങ്കാളിത്തം വളരെ ബഹുത്തായിരിക്കുന്നത് കൊണ്ട് ഈ കൂട്ടായ്മയിൽ
ഈ നവാഗത സ്വീകരണത്തിൽ, ഈ യൂണിറ്റ് കൺവെൻഷനിൽ, ഈ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിൽ എല്ലാത്തിനും പങ്കാളിയായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ പൂതക്കുളം യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായ നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നമ്മുടെ ഈ പരിപാടി സമാപിച്ചതായി പറയുന്നു. എല്ലാവർക്കും ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞേ പിരിയാവൂ. നമ്മൾ ഭക്ഷണം ഒരുക്കിയിരുന്ന് അറിയണ്ടേ? ഇതങ്ങ് മടക്കി എടുക്കാം സാർ, മടക്കി വെക്കാം.